ഇതാണ് കോയട ഉണ്ടാക്കുന്ന രീതി. പേര് കോയട ആണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ വെക്കണ ബീഫാട്ടാ. നല്ല ബീഫ് ഇറച്ചി ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കും. ഇതാണ് ഐറ്റം. ആദ്യം ഇങ്ങനെ മാവ് എടുത്തിട്ട് നമ്മൾ നോർമൽ പത്തിരിയൊക്കെ ആക്കില്ല, ചപ്പാത്തി അതുപോലെ റോൾ ചെയ്തിട്ട് എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും റൗണ്ട് റൗണ്ട്. നമ്മൾ ഗ്ലാസ് വെച്ചിട്ടാണ് കട്ട് ചെയ്യണേ. കട്ട് ചെയ്യാൻ പറ്റിയ പല ഐറ്റംസ് ഉണ്ട്. ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കും. എന്നിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കൂട്ടാ. എന്തായാലും ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്യല് കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോഴാണ് എണ്ണ ചൂടായിട്ട് ഇതിപ്പോൾ ഞങ്ങളിത് ആവാൻ വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ്. ഇതിങ്ങനെ ഫ്രൈ ചെയ്യുന്തോറും ഇതിൻ്റെ കളർ ഇങ്ങനെ മാറി വരും കേട്ടോ. നല്ല ചുറ്റിലും ഒരു ബ്രൗൺ കളറായി വരും. അത് പിന്നെ അടുത്ത് കഴിക്കും. അത് വേണ്ട, ഇങ്ങനെ കളറ് മാറി വരും കേട്ടോ. ഇപ്പം ഏകദേശമായി. ഇതാണ് ഐറ്റം കേട്ടോ. ഒന്നും നമ്മുടെ ചക്കി കൊടുത്തു കേട്ടാ. എന്താ ഇതെന്ത് ഏതില് കയ്യിലൂടി കൈ പിടി ഇതിലിട്ടാ മതിയാ, അവിടെ ഇട്ടാ മതിയാ. ഇതാണ് നമ്മളെ